അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ ഒരാഴ്ചയായി ആളിപ്പടരുന്ന കാട്ടുതീ 24 പേരുടെ ജീവനെടുത്തു. മരണസംഖ്യ കൂടുമെന്നാണ് സൂചന. 1.5 ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത്. കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇന്നും നാളെയും അതിവേഗത്തിൽ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ തീ അണക്കാനുള്ള കഠിന ശ്രമം തുടരുകയാണ്. 160-ലധികം ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് അഗ്നി വിഴുങ്ങിയത്. 1400-ലധികം ഫയർ എഞ്ചിനുകളുടെയും 84ഓളം വിമാനങ്ങളുടെയും സഹായത്തോടെ 14,000-ലധികം പേരാണ് തീ അണക്കാൻ അഹോരാത്രം അധ്വാനിക്കുന്നത്. ലോസ് ആഞ്ചലസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ തീപിടുത്തമാണിത്. പ്രദേശവാസികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നതിനാൽ കനത്ത ഗതാഗത കുരുക്കുണ്ടായി. ഇവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാനാവാത്ത സ്ഥിതിയാണ്. ഹോളിവുഡിലെ നിരവധി താരങ്ങളുടെ വീടുകളും ചാമ്പലായി. വിഖ്യാത താരങ്ങളായ ടോം ഹാങ്ക്സ്, ബെൻ അഫ്ലെക്, പോപ്പ് ഗായികമാരായ മാൻഡി മൂർ, പാരിസ് ഹിൽട്ടൺ തുടങ്ങിയവർ കാട്ടുതീയെ തുടർന്ന് വീടൊഴിഞ്ഞുപോയി. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനും വീട് ഒഴിയേണ്ടി വന്നു. ശക്തമായ കാറ്റുള്ളതിനാൽ വിമാനമുപയോഗിച്ച് കെടുത്താൻ കഴിയാത്തതാണ് കൂടുതലിടങ്ങളിലേക്ക് തീ പടരാൻ കാരണമായത്. ലോസ് ആഞ്ചലസിൽ പടരുന്ന കാട്ടുതീയെ തുടർന്ന് നാസയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബ് താൽക്കാലികമായി അടച്ചു. ശാസ്ത്രജ്ഞരടക്കമുള്ളവരെ ഒഴിപ്പിച്ചു. നിരവധി പേരുടെ വീടുകൾക്ക് നാശമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ സെന്റർ സുരക്ഷിതമാണെന്ന് ഡയറക്ടർ ലൗറി ലെഷിൻ അറിയിച്ചു. കാട്ടുതീയെ തുടർന്ന് ഓസ്കാർ നാമനിർദ്ദേശങ്ങളുടെ പ്രഖ്യാപനം നീട്ടിവച്ചു. 23-ലേക്കാണ് അവസാനമായി മാറ്റിവച്ചത്. ഗസയിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക കാട്ടിക്കൂട്ടിയതിൻ്റെ ഫലമാണോ കാലിഫോർണിയയിൽ തിരിച്ചടിക്കുന്നത്? കാത്തിരുന്ന് കാണാം.